കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മോളുടെ കല്യാണം നീ തടസ്സപ്പെടുത്തുവല്ലേ? അത്രയ്ക്കായോടി നീ? ഇനി എങ്ങനെ അത് നീ മുടക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. പൊയ്ക്കോ, ഈ ലോകത്തുനിന്ന് തന്നെ പൊയ്ക്കോ. എന്റെ മോളുടെ ജീവിതത്തിന് തടസ്സമായിട്ട് നീ ഇനി വേണ്ട. ചാവടി. ചാവടി, ചത്തുത്തോലെ. നീ ഇനി ഈ ലോകത്ത് വേണ്ട. എന്റെ മോൾക്ക് തടസ്സമായിട്ട് നീ ഇനി വേണ്ട. ആരോടി നീ? ചാവ്. ജാനകി, വിട്. വിടാനല്ലേ പറഞ്ഞേ? വിടാൻ. വിട്. ദേവാ, മോനെ ദേവാ, ദേവാ. എന്താ കൗസല്യേ? എന്താ അമ്മ? ദേവനെ എവിടെയും കാണുന്നില്ല അമ്മ. അവനോട് ഉണ്ടായിരുന്നാണല്ലോ. എവിടെ പോയി? ദാസ, ദേവനോട് പോയതാ. എന്തിനെങ്ങനെ പേടിക്കുന്നേ? കുറച്ചു മുമ്പ് ജാനകിയെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോയതായിരിക്കും. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. എന്താ ഇത്? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ആരാ നിങ്ങൾ? ദേവേട്ടാ, ഇവരാരെന്നറിയില്ല. ഇവര് ജാനകിയെ കൊല്ലാൻ നോക്കുമായിരുന്നു. അവിടെ നിൽക്കേ. ദേവാ, ദേവാ, എന്താടാ എവിടേക്കാ ഓടുന്നേ? അച്ഛാ, ഏതോ ഒരു സ്ത്രീ ഡോക്ടറുടെ വേഷത്തിൽ വന്ന് ജാനകിയെ കൊല്ലാൻ നോക്കായിരുന്നു. എന്താ പറ്റിയത്? ഡോക്ടറെ, ഏതോ ഒരു സ്ത്രീ വന്ന് ജാനകിയെ കൊല്ലാൻ നോക്കി. ഡോക്ടർ വേഗം ജാനകിയുടെ കണ്ടീഷൻ വേഗം വേണം. ഒന്ന് വേഗം വാ ഡോക്ടറെ.
ഡോക്ടർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ ബോധം തെളിഞ്ഞോളൂ. പക്ഷെ ആരാ ഇവരെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നേ? എല്ലാവരും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. ആയിക്കോട്ടെ ഡോക്ടർ. ടേക്ക് കെയർ. അച്ഛാ, ഇവരൊക്കെ ആരായിരിക്കും? എന്തിനാ ജാനകിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കുന്നേ? നമ്മുടെ വീട്ടിൽ ഇത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മോൻ വിഷമിക്കാതിരിക്കെ, ഞാൻ ACP-നെ ഒന്ന് വിളിക്കട്ടെ. അദ്ദേഹത്തോട് അന്വേഷിക്കാൻ പറയാം. ഊർമിള, എന്താ നീ ചെയ്യുന്നേ? കണ്ടിട്ടെന്ത് തോന്നുന്നു? മരിച്ച വൈദേഹിയുടെ ഫോട്ടോയ്ക്ക് മാലയിട്ടതാ. ദേവൻ ഇത് കണ്ട എത്രമാത്രം വിഷമിക്കുന്നത് നിനക്ക് അറിയില്ലേ? അത് അവിടെ നിർത്ത് മാറ്റ്. മരിച്ചു പോയത് സത്യമല്ലേ? അപ്പൊ മാലയിട്ട് വിളക്ക് കത്തിച്ച് വെക്കണ്ടേ അജയ? അത് ഇത്ര വലിയ പ്രശ്നമാണോ? ഊർമിള, നിങ്ങളുടെ തലക്കെന്താ നല്ല സുഖമല്ലേ? എന്തിനാ വൈദേഹിയുടെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നേ? ദേവ, ഞാനാ കത്തിക്കാൻ പറഞ്ഞു. അമ്മ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ. എന്റെ വൈദേഹിയെ കൊല്ലാനാണ് അമ്മയുടെ ശ്രമം. ഞാൻ എന്തിനാണ് അവളെ കൊല്ലുന്നേ? അവൾ എന്നോ മരിച്ചു പോയതാന്ന് പോലീസാ പറഞ്ഞ്. അവര് പറയുന്ന ഒന്നും സത്യമല്ല. വൈദേഹി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. മരിച്ചെന്ന് എഴുതി തള്ളിയ ഞാനിപ്പോഴും ജീവനോടെ ഇല്ലേ? അത് സത്യമാണെങ്കിൽ വൈദേഹി ഇപ്പൊ ജീവനോടെ ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
മരിച്ച് എന്റെ അടുത്ത് വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് അവളാ. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടും നിങ്ങൾക്കൊക്കെ അതെന്തുകൊണ്ടാ മനസ്സിലാവാത്തെ? നിനക്കട ഒന്നും മനസ്സിലാവാത്തത്. ഇല്ലാത്തൊരാൾ ഉണ്ടെന്ന ഭ്രമത്തിൽ ജീവിച്ചിട്ട് നീ വിഷമിക്കുന്നതല്ലാതെ ഞങ്ങളെ വിഷമിപ്പിക്കുക. കൗസല്യേ, വൈദേഹി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേവൻ അവൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഈ ഫോട്ടോ വെച്ച് തിരികെ എത്തിക്കേണ്ട ആവശ്യം എന്താ? അല്ല, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ദാസേട്ടനി പറയുന്നത്. ഏത് കുടുംബത്തിൽ അവിടുത്തെ ഒരു അംഗം മരിക്കുമ്പോ ശേഷക്രിയകള് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ല, കുടുംബത്തിന് നല്ലതല്ല. വൈദേഹിയുടെ കാര്യത്തിലും നമ്മൾ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാ വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യം ദേവനായിരുന്നു അപകടം. ഇപ്പൊ ജാനകിക്കും പ്രശ്നങ്ങളല്ലേ? ഇതൊന്നും പോരാന്നുണ്ടോ? അതുകൊണ്ട് ഒരു വിളക്കെങ്കിലും കത്തിച്ചു വെച്ചാ വൈദേഹിയുടെ ആത്മാവിന് ശാന്തി കിട്ടും, നമ്മുടെ പ്രശ്നങ്ങൾക്കും പരിഹാരാവും. ഇതിൽ എന്താ ദാസേട്ട തെറ്റ്? നിർത്തമേ. എനിക്കെന്തോ ഒരു അപകടം സംഭവിച്ചെന്ന് കരുതി ജീവിച്ചിരിക്കുന്ന ഒരാളെ എന്തിനാമ കൊല്ലുന്നേ? ഇപ്പൊ തന്നെ എന്റെ വൈദേഹി എവിടെയാണെന്ന് അറിയാതെ പകുതി ജീവനോടെ ഞാനിവിടെ ജീവിക്കുന്നത്. എന്റെ വൈദേഹി മരിച്ചു എന്ന് പറഞ്ഞ് ആ ജീവനും കൂടി അമ്മ ഇല്ലാതാക്കരുത്. അരുത് മോനെ, ഇപ്പൊ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ. പിന്നെ ഇതിനെ വേണ്ടാത്ത വാക്കുകള്. കൗസല്യേ, വൈദേഹി ഉണ്ടെന്ന് തന്നെയല്ലേ അവൻ വിശ്വസിക്കുന്നത്? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇന്നു മുതൽ വൈദേഹി ഇല്ലെന്ന് ഇവിടെ ആരും മിണ്ടി പോരുത്. എന്തിനു വിടണം? എന്റെ കല്യാണം മുടക്കിയപ്പോ മുതല് നിന്നെ ഞാൻ കൊല്ലാൻ പ്ലാൻ ഇട്ടതാ. ഇപ്പഴാ ഒത്തു വന്നത്. താലി കെട്ടാൻ നേരത്ത് നീ അങ്ങോട്ട് കേറി വന്നത് എല്ലാം നശിപ്പിച്ചതും. വലിച്ച മുറുക്കി കൊന്നു കളയണം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മാളവികയാണ്. അവളാണ് എന്റെ ആജന്മ ശത്രു. എന്റെ അച്ഛനെയും അമ്മയെയും എന്നിൽ നിന്ന് വേർപ്പെടുത്തിയതും എന്റെ ഭർത്താവിനെയും കുടുംബത്തെയും എന്നിൽ നിന്നും അകറ്റിയതും ഒടുവിൽ ഞാൻ ആരാണെന്ന് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തിച്ചു. എന്നിട്ടിപ്പോ അവൾ എവിടെയാ? എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവളാണെന്ന്
ഞാൻ എല്ലാവരോടും പറയൂന്നുള്ള പേടി കൊണ്ടായിരിക്കും അവള് മുങ്ങിയത്. നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും മാളവിക. ദാസ, നീ ആ പോലീസിനൊന്ന് വിളിക്ക്. നമ്മുടെ കുട്ടികളെ ആക്രമിച്ചത് ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഒന്ന് കണ്ടുപിടിക്കണ്ടേ? വീണ്ടും ഇതുപോലെ ഒന്നും ഇവിടെ നടന്നുകൂടാ. ഫോൺ വിളിക്ക് ദാസ. ഇപ്പൊ തന്നെ ചെയ്യാമേ. മാളവികയാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷെ ദേവേട്ടിനെ കൊല്ലാൻ ശ്രമിച്ചത് ആരായിരിക്കും? ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ലക്ഷ്മി, ആ ചേച്ചി, ഏതോ ഒരു സന്യാസി വന്നിട്ടുണ്ട്, കുറച്ച് അരി എടുത്തു കൊടുക്ക്. ഓം നമഃ ശിവായ. ഞാൻ ഭിക്ഷാടനത്തിനിറങ്ങിയ സന്യാസിയല്ല, ദീക്ഷ സ്വീകരിച്ച ഇവിടുത്തെ വരുണാണ്. ചതുർസാഗര പര്യന്തം ഗോ ബ്രഹ്മനേഭ്യം ശുഭം ഭവന്തു. എന്നെ അനുഗ്രഹിക്കണം ഇന്ദുവമ്മേ. എന്താടാ വരുണേ, എന്ത് വേഷമായി? ദീക്ഷ സ്വീകരിച്ച് കാശിക്ക് പോയിട്ട് വരിക ഇന്ദുവമ്മേ. നിങ്ങളിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ സാക്ഷാൽ ശിവപാർവതിമാരുടെ ദർശനം കിട്ടിയ അനുഭൂതിയാ. എന്നെ അനുഗ്രഹിക്കണം വല്യച്ഛ. ഇത്രയും നാളായിട്ട് നിന്നെ കാണാഞ്ഞപ്പോ എങ്ങോട്ട് നാട് കടന്നു എന്ന് കരുതി. എപ്പോഴും നിനക്ക് ഈ നല്ല ബുദ്ധി തോന്നിയത്? ഇത് നല്ല ബുദ്ധി തോന്നി കാശിയിലേക്ക് പോയതായിരിക്കില്ല. വേറെന്തിനും കൊള്ളാതായപ്പോ കാഷായം എടുത്തു കൊടുത്തതാവും. ഓം നമഃ ശിവായ. ഒന്നിനും കൊള്ളാത്തവനല്ല സന്യാസിയാവുക, എല്ലാം ത്യജിച്ചവനാണ് സന്യാസി. എന്റെ ഊർമിളെ, എന്റെ കൺട്രോള് പോന്നു. ഈ സൗന്ദര്യത്തിൽ സന്യാസിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമല്ലോ. എന്റെ അമ്മേ, വിശ്വാമിത്രന്റെ തപസ്സിളക്കുന്ന സൗന്ദര്യമല്ലേ ഇത്? എത്ര നാളത്തേക്കാണോ ഈ അവതാരം? ഞാൻ കാഷായം ഊരാത്തിടത്തോളം സേഫ് ആണെന്നായിരിക്കും സാറിന്റെ വിചാരം. കാഷായം ധരിച്ചിട്ട് എന്റെ മനസ്സൊരിടത്തും നിൽക്കുന്നില്ല. എത്ര നാളത്തേക്കൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ആവുന്നിടത്തോളം കാലം, ആ ദൈവം ഇത് ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കും. എടാ വരുണേ, ആത്മീയത മനസ്സിൽ കുടിയേറിയാ പിന്നെ അത് പോവില്ലടാ. ആ മോനെ ദേവാ, നീ പോയി കുറച്ചു നേരം കിടക്ക്. ജാനകി, ആ മോളെ നീയും അകത്തോട്ട് ചെല്ല്. എന്റെ ഊർമിളെ, എത്ര നാളായിട്ട് നിന്നെ ഞാനൊന്ന് കണ്ടിട്ട്. കണ്ണെടുക്കാനേ തോന്നുന്നില്ല. കാശിന്ന് കൊട്ടാരം വീടിന്റെ വാതിൽക്കൽ എത്തുന്നവരെ എന്റെ മനസ്സിലൊരു ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല.